പ്രേക്ഷകരോട് പ്രതികരിക്കാൻ മുന്നേജി അഡ്വക്കേറ്റ് അസഫ് അലി ഇപ്പോൾ ടെലിഫോണിലാണ്. ശ്രീ അസഫ് അലി, ഇപ്പോൾ സർക്കാരിന് രണ്ടാമത്തെ തിരിച്ചടിയാണ്. സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ഈ സന്ദേശത്തിലും തിരിച്ചടി വന്നിരിക്കുകയാണ്. ഇത് സർക്കാർ ജീവനക്കാരെ കാര്യങ്ങൾ അറിയിക്കലാണ് എന്ന വിശദീകരണം ഹൈക്കോടതി തള്ളി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ശ്രീ അസഫ് അലി? തീർച്ചയായും ശരിയാണ്. അതായത് ഡാറ്റ മോഷണ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സർക്കാരിന്റെ മുഖത്തടിയേറ്റ ഒരു വലിയ പ്രഹരമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചില പരാമർശങ്ങൾ. കാരണം സർക്കാർ ഒരിക്കലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ വളരെ പരമപ്രധാനമായ സർക്കാരിന്റെ കൈവശമുള്ള ഒരു ഡാറ്റ മോഷണം നടത്താനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തി വിവരാവകാശത്തിൽ പോലും നിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാർ ഇതിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ ജനങ്ങൾക്ക് സർക്കാരിലുള്ള മുഴുവൻ വിശ്വാസമാണ് തകരുന്നത്. സർക്കാർ എന്ന് പറയുന്ന റിപ്പോസിറ്ററി ഓഫ് ഓൾ ഇൻഫർമേഷൻസ് ഓഫ് ദി സിറ്റിസൺസ് ആണ്. പൗരന്മാരുടെ എല്ലാ വിവരങ്ങളുടെയും സൂക്ഷിപ്പുകാരായി മാറേണ്ട സർക്കാർ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പരമപ്രധാനമായ വിവരങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുകയും ആ ദുരുപയോഗം പുറത്തു വരികയും അത് നമ്മുടെ രാജ്യത്തെ ഉന്നത ഒരു ജുഡീഷ്യൽ ആസ്ഥാനത്ത് ആ കാര്യം പിടിക്കപ്പെടുകയും അതിനെ സംബന്ധിച്ച് അതിശക്തമായ രീതിയിൽ വിമർശനം ഉണ്ടാവുകയും ചെയ്തതിന് ഭരണകൂടത്തിന്റെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ആളുകൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ദിസ് ഈസ് എ ക്രൈം. ഇതൊരിക്കലും നിസ്സാരമല്ല. ഈ രീതിയിലാണെങ്കിൽ നമ്മൾ അറിയാതെ പരമപ്രധാനമായി ഏതെല്ലാം വിവരങ്ങൾ സർക്കാർ മോഷണം നടത്തി കൈമാറി തങ്ങളുടെ രാഷ്ട്രീയപരമായ സാമ്പത്തികപരമായ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആരറിയാൻ പോകുന്നു? സർക്കാരിൽ എന്താണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രവർത്തിക്കുമെന്ന് അധികാരത്തിലേറിയ മന്ത്രിമാർ ചെയ്യേണ്ട പണിയല്ല ഇത്. അതുകൊണ്ട് അവർ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അവരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് അവർ പാടെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. അവിടെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനം. ഒരു ചാട്ടമാർ റെഡിയാണ് ഈ സർക്കാരിന്റെ മുഖത്ത് എന്ന് ഞാൻ പറയുന്നു. ഇത് ഹൈക്കോടതിയിൽ തിരിച്ചടിയാണ് ശ്രീ അസഫ് അലി. പക്ഷേ നിയമമന്ത്രി പി രാജീവ് അടക്കം ചോദിച്ചൊരു ചോദ്യമുണ്ട്, രാഷ്ട്രീയ ചോദ്യമാണ്. ഇത് നരേന്ദ്രമോദിയുടെ സന്ദേശങ്ങളായി വാട്സപ്പിൽ എത്തുമ്പോൾ ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തുമ്പോൾ എന്നുള്ളതാണ്. ഈ ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ചപ്പോൾ ബാങ്ക് കൊള്ളയടിച്ചവനെ പിടിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ്. ഇവിടെ ചോദ്യം നിങ്ങൾ ചെയ്തത് കുറ്റമാണോ അല്ലയോ എന്നുള്ളതാണ്. നരേന്ദ്രമോദി ചെയ്ത തെറ്റിന് നമ്മൾ നരേന്ദ്രമോദി ശിക്ഷിക്കും അതിന്റെ പ്രോപ്പർ പ്ലേസിൽ വെച്ചിട്ട്. ഒരു മന്ത്രി പറയേണ്ട കാര്യങ്ങൾ മറ്റൊരു കുറ്റകൃത്യത്തെ തങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യം കൊണ്ട് മറച്ചു പിടിക്കാൻ മറ്റൊരു കുറ്റകൃത്യം കാണിച്ച് മറച്ചു പിടിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? നരേന്ദ്രമോദി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആഗോളതലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചെയ്യുവാൻ ഈ സർക്കാരിന്റെ ലൈസൻസ് ആയി ഇത് ഉപയോഗിച്ച് ഞങ്ങൾ അവർ ചെയ്തത് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അതാണോ ഒരു മാർഗം? ഒരു മന്ത്രിയുടെ ഭാഗത്തുണ്ടാവേണ്ട ഒരു മറുപടിയാണോ അത്? ശരി, വെള്ളിയാഴ്ച ഇപ്പോൾ വിശദീകരണം നൽകണം സർക്കാർ. അപ്പോൾ ഈ ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താനായാൽ സന്ദേശവുമായി മുന്നോട്ട് പോകാം. ശ്രീ അസഫ് അലി, എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? സർക്കാർ ഇതുപോലെ അല്ലേ പറയാം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റുമോ ഇവർക്ക്? രാജീവൻ പറഞ്ഞ അതേ ഭാഷയിൽ സർക്കാർ ചെയ്തിരിക്കുന്ന ഭരണതലത്തിലെ ഉന്നത സ്ഥാനീയത്തിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈമാണിത്. ശരി, ക്രൈമാണ്. ഡാറ്റ മോഷണം എന്ന് പറയുന്ന ക്രൈമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ. ശരി, സർക്കാരിന്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ വ്യക്തികളുടെ ഭാഗത്തുണ്ടായാലും ക്രൈം തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ അസഫ് അലി. വളരെ വിശദമായി തന്നെ പ്രതികരിച്ചതിന് സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. DA സന്ദേശം ഇനി വേണ്ട, അയക്കുന്നത് നിർത്തൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിലക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം വരികയും ചെയ്തിരിക്കുന്നതാണ്. വളരെ സുപ്രധാനമായ വാർത്തയാണ് ഈ നിമിഷം ബ്രേക്കിംഗ് ന്യൂസിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ.